പാലക്കാട് നടന്ന ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി യോഗം DCC പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അവരെ നിലനിർത്തിക്കൊണ്ട് തന്നെ നീതിപൂർവമായ ലോട്ടറി കച്ചവടവും നിയമപരമായി നിലനിൽക്കുന്ന വിധത്തിലുള്ള ലോട്ടറി കച്ചവടവും അതിനെ 100% IUC സപ്പോർട്ട് ചെയ്യും. നിയമവിരുദ്ധമായ നിയമങ്ങൾക്ക് മറികടന്ന് ഉള്ള ഒരു ലോട്ടറി കച്ചവടത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അപ്പം അത്തരത്തിലുള്ള നടപടികൾ ഇത് ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അവരവസാനിപ്പിച്ച് നേരായ മാർഗത്തിൽ അവർക്ക് എന്താവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ ഉണ്ടാവും എന്ന് ഈ അവസരത്തിൽ ഞാൻ ദീർഘമായി സംസാരിക്കുന്നു. നമുക്ക് ബോണസ് വിഷയം നമുക്കറിയാം. നമ്മുടെ 10,000 കേരള ലോട്ടറിക്ക് ബദലായി പ്രവർത്തിക്കുന്ന അനധികൃത ഓൺലൈൻ ലോട്ടറികളെ തടയാൻ പോലീസും ധനകാര്യ വകുപ്പും ചേർന്ന് സംയുക്ത സ്ക്വാഡ് രൂപീകരിക്കണം. ലോട്ടറി തൊഴിലാളികൾക്കും കടകൾക്കും ഗവൺമെന്റ് ലൈസൻസ് ഏർപ്പെടുത്തണമെന്നും മയക്കുമരുന്നിനെതിരെ നടത്തുന്ന തൂഫാൻ പദ്ധതി പോലെ ഓൺലൈൻ ലോട്ടറിക്കെതിരെയും പ്രത്യേക നയം പ്രഖ്യാപിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. DCC പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. മറ്റ് സംസ്ഥാന ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. സംഘടനയുടെ സംസ്ഥാന ക്യാമ്പ് സെപ്റ്റംബറിൽ തിരുവനന്തപുരത്തും സംസ്ഥാന സമ്മേളനം ഒക്ടോബറിൽ കോഴിക്കോടും നടക്കും. ന്യൂസ് 99 പാലക്കാട്. നമസ്കാരം. 2026 പകുതിയിൽ ജെനസിസ് ഏജ് കെയർ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ ഒന്നാം ഘട്ടം വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ജെനസിസ് ഗാർഡിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. എങ്കിലും പലയിടങ്ങളിൽ നിന്നും സ്നേഹസമ്പന്നരായ പല മാതാപിതാക്കന്മാരും അവരുടെ റിട്ടയർമെന്റ് ജീവിതം ചെലവഴിക്കുവാൻ ജെനസിസ് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ ഒന്നാം ഘട്ടത്തിൽ നിർമ്മിച്ച എല്ലാ റൂമുകളിലും ഏകദേശം റെസിഡൻസ് നിറഞ്ഞതിനാൽ ജെനസിസ് ഗാർഡൻ ഏജ് കെയറിന്റെ സെക്കൻഡ് പാർട്ട് ബിൽഡിംഗ് പണികൾ ഉടൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം നിങ്ങൾ തനിച്ചാണോ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.